കേന്ദ്ര സർക്കാരുമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാർ UDF താല്പര്യപ്പെടുന്നില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഇത് പറഞ്ഞപ്പോഴാണ് KM ഷാജി കുറേ മുമ്പ് പറഞ്ഞ, അതായത് 2013 പറഞ്ഞ ഒരു കാര്യം കൂടി വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? 2013 ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കില്ല, മുസ്ലിങ്ങളെ മോദി കൊന്നൊടുക്കിയിട്ടില്ല, ഒരു പള്ളി പോലും ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, കലാപം വ്യവസായികൾ സ്പോൺസർ ചെയ്തതായിരുന്നു, ഇതിൽ മതത്തെ മറയാക്കി എന്ന് മാത്രം. അപ്പം മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ് വിവാദത്തിലായ KM ഷാജി ഇപ്പോൾ മോദിയൊക്കെ അനുകൂലിക്കുകയാണ്. മോദി പള്ളികൾ പൊളിച്ചിട്ടില്ല, മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം ചർച്ചയാവുകയാണ്. അപ്പം എന്താണ് KM ഷാജി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെയൊക്കെ? KM ഷാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളാണ്. പക്ഷേ എന്നാൽ അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാണെന്നൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും മണ്ടരാക്കുകയും ചെയ്യുന്നതിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ വളരെ ആവേശത്തോട് സംസാരിക്കുകയും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പാഠപുസ്തകങ്ങളിലേക്ക് കയറി വരും എന്ന് പറഞ്ഞ് സംസാരിക്കുകയും ചെയ്ത ആൾ പറയുന്നത് അതൊക്കെ തെരുവിൽ നിന്ന് പറഞ്ഞൊരു ഡയലോഗല്ലേ, അതൊന്നും വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. നിങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തെരുവിൽ നിന്ന് പറയുന്ന സംസാരമാണ് സുഹൃത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നിങ്ങളുടെ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിങ്ങളുടെ കപടതയാണ്. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ഗുജറാത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കേസിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഒന്ന് പരിശോധിക്കണമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് 6 ലക്ഷത്തിലധികം വീടുകളാണ് ലൈഫ് മിഷന്റെ കാര്യത്തിൽ പണിയാൻ വേണ്ടി സമ്മതിച്ചത്. 4 ഭവന പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം കൂടി കേന്ദ്ര ഗവൺമെന്റ് കൂടി സഹായിക്കുന്ന പദ്ധതികൾ ഒരുമിച്ച് ലൈഫ് മിഷന്റെ കീഴിലാണ് ഉണ്ടായിട്ടുള്ളത്. ആ ലൈഫ് മിഷൻ കീഴിലുണ്ടായിട്ടുള്ള പദ്ധതികളിൽ 5 ലക്ഷത്തിലധികം വരുന്ന പദ്ധതികളിൽ വീടുകൾ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച വീടുകളിൽ 20,831 കോടി രൂപയാണ് കേരളം ചെലവാക്കിയത്. അതിൽ 18,342 കോടി രൂപ യഥാർത്ഥത്തിൽ ചെലവാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്റ്റേറ്റും ലോണും കൂടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ 88.05%. ബാക്കി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് കേവലം 1,34,000 വീടുകൾക്ക് മാത്രമാണ് സഹായം കൊടുത്തത്. അത് തന്നെ ആ വീടുകൾക്ക് തുച്ഛമായ എമൗണ്ടാണ് കൊടുത്തത്. ആ എമൗണ്ട് എന്ന് പറയുന്നത് കേവലം 2,488 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ 11% സഹായമാണ് കൊടുത്തത്. എനിക്ക് ഷാജിയോടുള്ള ആദ്യത്തെ ചോദ്യം, നിങ്ങൾ PM ശ്രീ വിടൂ, നിങ്ങൾ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം വിടൂ, നിങ്ങൾ മുസ്ലിം ലീഗ് ആണെന്നുള്ളത് വിടൂ. 20,000 കോടി രൂപയിലധികം സംസ്ഥാന തദ്ദേശ ഗവൺമെന്റുകൾ മുടക്കുകയും വെറും 2,000 കോടി രൂപയിലധികം മാത്രം കേന്ദ്ര ഗവൺമെന്റ് മുടക്കുകയും ചെയ്ത ഒരു പദ്ധതിയുടെ പുറത്തു കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് വെക്കണം എന്ന് പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ്. ഇന്ന് പുള്ളി അതിൻ്റെ പുറത്ത് ചേർന്ന് ഉരുണ്ട് കളിച്ചപ്പോൾ ഒരു കാര്യം, അതിൽ നരേന്ദ്രമോദിയുടെ പടമില്ല, എംബ്ലം വെക്കുക എന്നുള്ളതാണ്. ഞാൻ നാളെ തിരിച്ച് ഷാജിയുടെ അടുത്ത് പറയുന്നു, ഷാജി ഈ തരികിട ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഗൗതമിനി എനിക്കൊരു വീട് വെക്കാൻ വേണ്ടി സഹായം ചെയ്താൽ പോലും ഗൗതത്തിന്റെ ഫോട്ടോയോ ഗൗതത്തിന്റെ എംബ്ലമോ എൻ്റെ വീടിന്റെ പുറത്ത് വെക്കണം എന്ന് പറയുന്ന പോലെ ഒരു മര്യാദകേടാണ്. ആണോ അല്ലേ? അതാണ് അതിന്റെ കുഴപ്പം. അപ്പൊ അതുകൊണ്ട് ഷാജി അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഷാജി ഇപ്പൊ പറയുന്നത് ഫോട്ടോ വെക്കേണ്ട, എംബ്ലം വെച്ചാൽ മതി. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പണിയുന്ന വീടുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അടങ്ങുന്ന എംബ്ലം പതിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാ പറയണ, ഈ നിലപാടായിരുന്നില്ല 2 മാസം മുമ്പ്. UPA സർക്കാരിന്റെ കാലത്ത് അവര് കേന്ദ്രത്തിൽ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ പല പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് എംബ്ലം പതിക്കാറുണ്ടായില്ല, ഫോട്ടോ ഉണ്ടാവാ. എംബ്ലം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല പറയുമ്പോ, ഇവിടെ വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സുഹൃത്തിന് മുമ്പ്. അദ്ദേഹം പറഞ്ഞത് ഒരു വീട് എന്ന് പറയുന്നത് അവന്റെ സ്വപ്നവും അവന്റെ അവകാശവും അവന്റെ സന്തോഷവുമാണ്. അതിന്റെ പുറത്തു കൊണ്ടുപോയിട്ട് ഇത് നിങ്ങൾക്ക് ഔദാര്യത്തോടുകൂടി നൽകിയതാണ് എന്ന് പറയുന്ന ഒരു എംബ്ലവും ഇവിടെ പതിക്കാൻ പറ്റില്ല. ഇനി അതിന്റെ പണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് തനിയെ വഹിച്ചോളാം. കാരണം കേവലം 2,000 കോടി രൂപയാണ്. ഇപ്പൊ 18,000 കോടി രൂപ മുടക്കാൻ പറ്റുന്ന ഗവൺമെന്റ് 2,000 കോടി രൂപ കൂടി മുടക്കിക്കൂടെ? പിന്നെ ഗൗതം അറിയേണ്ടത്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 6 ലക്ഷം രൂപയും ബാക്കിയുള്ളവർക്ക് 4 ലക്ഷം രൂപയും കൊടുക്കണം. ഈ 4 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ ഗ്രാമീണ സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് 75,000 രൂപയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 1 ലക്ഷം രൂപയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം 3,20,000 രൂപയാണ്. 80,000 രൂപയുടെ തദ്ദേശ ഗവൺമെന്റുകൾ കൊടുക്കണം. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ് ഷാജിയോട്. ഷാജിക്ക് ഇത് മനസ്സിലാകാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഷാജി താമസിക്കുന്ന 5,600 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുള്ള വീട്ടിലാണ്.
ആ വീട്ടിൽ നിന്നാണ് നിങ്ങൾ അറിയേണ്ടത് കട്ടിലിന്റെ അടിയിൽ നിന്ന് വെറുതെ 50 ലക്ഷം രൂപ ചാക്കി കെട്ടിയിട്ടേക്കണത് ഇപ്പൊ ആളുകൾ മറ്റേ കേന്ദ്ര ഏജൻസികൾ പിടിച്ചോണ്ട് പോയത്. അത്തരത്തിൽ 50 ലക്ഷം രൂപ ചാക്കി കിട്ടിയിരിക്കുന്ന 3.25 കോടിയോളം രൂപ സ്വന്തം വരുമാനവും അസറ്റുമായി കാണിച്ചിട്ടുള്ള 1 രൂപ പോലും ലയബിലിറ്റി ഇല്ലാത്ത ഷാജിക്ക് ഇത് ഈ ദണ്ണം മനസ്സിലാവില്ല. സ്വന്തം വീടിന്റെ മുമ്പിൽ കൊണ്ട് വേറെ ആളുടെ ഫോട്ടോ വെക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ശുദ്ധ അസംബന്ധമാണ്, വിവരക്കേടാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പൈസ കളയേണ്ട കാര്യമില്ല. അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകൾ വന്നിട്ടുണ്ട്. ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പേരുള്ള പദ്ധതികളാണ് വന്നത്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ട് എന്ന് കരുതി അതിനെ തടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് പോകാൻ, അതെന്താണ് ഈ അൺഹെൽത്തി, അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റ് എന്നാണ്. അതായത് വെറുതെ ഇങ്ങനെ കലവില കൂടിയിട്ട് കാര്യമില്ല. ഇതെങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റ് ആവുന്നത്? ഈ വൈറ്റ്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തൊട്ടടുത്തൊരു ശ്രീനാരായണ ക്ഷേത്രമുണ്ട്. ആ ശ്രീനാരായണ ക്ഷേത്രത്തിൻ്റെ അവിടെ ശരിക്കും ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. ആ പ്രതിമ സ്ഥാപിക്കുകയും അതിൻ്റെ ചുറ്റും ഗ്ലാസ് ഇടുകയൊക്കെ ചെയ്യുന്നത് വേറെ ആളുകളാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്ത് പറ്റിയെന്നറിയോ? അതിൻ്റെ ഡോറ് ഘടിപ്പിച്ചു. ഒരു ഡോർ ആദ്യം ഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഡോറ് ഘടിപ്പിക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ ടീം ആ ഡോറ് സ്പോൺസർ ചെയ്തു. ആ ഡോറ് സ്പോൺസർ ചെയ്തപ്പോൾ ഗൗതം അറിയേണ്ടത് എന്ത് പറ്റിയെന്നറിയാമോ ഗൗതം? ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അവർ വലിയൊരു തകിട് സ്ഥാപിച്ചു. കാരണം ഇന്നിന്ന ആളുകളുടെ വക എന്ന് പറഞ്ഞിട്ട് തകിട് സ്ഥാപിച്ചു. എന്തൊരു മര്യാദകേടാണ്. നാട്ടുകാരത് പൊളിപ്പിച്ചു. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ഡോറും വേണ്ട, ഒരു മണ്ണാക്കട്ടെ വേണ്ട, എടുത്തിട്ട് പോടാന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറ് മാത്രം അവൻ്റെ ഉള്ളു. എന്നിട്ടാണ് ഇത് പറയണ. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഡോറല്ല, കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പണവും കൊടുത്താൽ പോലും, ഈ ഇന്ദിരാഗാന്ധി പ്രോഗ്രാമിലേക്ക് ഞാൻ പറയട്ടെ, ഈ മുഴുവൻ പണവും കൊടുത്താൽ പോലും യഥാർത്ഥത്തിൽ ഒരു ആളുടെ, ഇനി പ്രധാനമന്ത്രി എന്ന് പറയുന്നത് CPM കാരനാണെങ്കിലും BJP കാരനാണെങ്കിലും RSS കാരനാണെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് കൊടുക്കുന്നത് ഇവരുടെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്ത പണം കൊണ്ടതല്ല. ഞാനും ഗൗതവും ഒക്കെ തീപ്പെട്ടിയും അതുപോലെ പെട്രോളും മേടിച്ച് ടാക്സിൽ നിന്ന് എടുത്തിട്ടാണ്. അതിലൊന്നും ഇവന്റെ മോന്തായൊന്നും കൊണ്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇനി മുഴുവൻ നമ്മൾ ഒരാളെ 10 ലക്ഷം രൂപ 25 ലക്ഷം രൂപ എടുത്ത് ഒരു വീട് സഹായിച്ചാലും യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു എംബ്ലമോ ലോഗോയോ ജീവിതകാലം മുഴുവൻ ആ വീടിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നത് മര്യാദകേടാണ്. ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാതെ ദാനം ചെയ്യണമെന്ന് പറയുന്ന ഒരു നാട്ടിൽ, ഒരു ഈ പറഞ്ഞ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ, ഒരു സമുദായത്തിൽ നിന്നുകൊണ്ടാണ് ഷാജി വിവരക്കേട് പറയണമെന്ന് ആലോചിക്കണം. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഷാജി അതിസമ്പന്നനായി ജനിച്ച ഒരാളാണ്. ഷാജി ഈ പറയുന്ന ഇഞ്ചിക്കൃഷി അടക്കം പൂഞ്ചക്കൃഷി അടക്കം പല പരിപാടിയും നടത്തി കാശുണ്ടാക്കിയ ഒരാളാണ്. ഗൾഫിലടക്കം പല ബിസിനസ്സുകളുള്ള ഒരാളാണ്. ഷാജി അറിയേണ്ടത്, ഷാജി പണി പറയണതുണ്ടല്ലോ സാധാരണക്കാരുടെ നെഞ്ചത്ത് അവരുടെ ആത്മാഭിമാനത്തിന് എന്ത് ചെയ്യുന്ന ഒരാൾ കാര്യമാണ്, പ്രശ്നം പറ്റുന്നൊരു കാര്യമാണ്. അവന്റെ വീട് അത് ഗവൺമെന്റ് കൊടുത്താണെന്ന് ആരെ അറിയിക്കേണ്ട ആവശ്യമില്ല. മുണ്ടക്കൈ ചൂരൽ വരയിൽ വീട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? മറ്റേ ഫോട്ടോ പതിക്കാൻ പറയുമോ ഏതെങ്കിലും ഗവൺമെന്റ്? കൊടുക്കേണ്ട ഒരു കാര്യമല്ല, മര്യാദകളാണ്. ഇനി ഇന്ദിരാഗാന്ധിയുടെ പേരിലും ബാക്കിയുള്ള പല പേരുകളിലും പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രൊജക്റ്റുകൾക്കും കോളനികൾക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പേരിട്ടിട്ടുണ്ടെന്നല്ലാതെ എല്ലാ വീടുകളുടെയും മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇത് വെക്കണമെന്നുള്ളത് ഇതേവരെ പറഞ്ഞിട്ടില്ല. അതായത് KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് കടകം മറിഞ്ഞിരിക്കുന്നു, ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തിരിക്കുന്നു, മറ്റേ തലകുത്തി കീഴ്മേലമായി മറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ BJP ഉയർത്തേണ്ട ന്യായീകരണ വാദങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കാര്യം. ഇനി ഗൗതറിയുടെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2013 കേസ്. അല്ല, അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിലൊരു കാര്യം പറയാനുണ്ട്. ഇത് അൺഹെൽത്തി ഡിബേറ്റിലേക്ക് കടക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഈ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയം തിരികെ കയറ്റേണ്ട ആവശ്യമില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അൺഹെൽത്തി ആയിട്ടുള്ള ഇതിപ്പം അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു കേന്ദ്രത്തിന്റെ പദ്ധതി പ്രകാരം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല ബസ് സ്റ്റോപ്പുകളുണ്ട്, ബസ് നിർത്തുന്ന കേന്ദ്രങ്ങൾ. ഇവിടെയൊക്കെ നമുക്ക് ഈ ഇന്ന MLA-യുടെ ഫണ്ടിൽ നിന്നെടുത്ത ഇത് പ്രകാരം അങ്ങനെ പല ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിലൊരു രാഷ്ട്രീയക്കാരുടെ പ്രശ്നം. ഇത് രാഷ്ട്രീയക്കാരുടെ ഒന്നും പ്രശ്നമല്ല, ഇത് അങ്ങേറ്റത്തെ മര്യാദകേടിന്റെ പ്രശ്നമാണ്. നാളെ ഗൗതം കൃഷ്ണ ഒരാൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് അവനൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഗൗതം കൃഷ്ണയുടെ കട്ടൗട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ ഇവനൊരു അല്പനാണ്, ഇവരൊരു ഉടുപ്പില്ലെന്ന് ഞങ്ങൾ താങ്കളുടെ മുഖത്ത് നോക്കി ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഒരു സാധാരണ അടിസ്ഥാന വർഗത്തിനൊപ്പം നിൽക്കുന്നവന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അൺഹെൽത്തി ആണെന്ന് പറയുന്ന ഷാജി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവരക്കേടാണ്. വേറെ അൺഹെൽത്തി ആണ്. എനിക്കിപ്പോ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പൊ പിണറായി വിജയൻ സർക്കാരായാലും UDF സർക്കാരായാലും BJP സർക്കാരായാലും നിസ്വാർത്ഥ പ്രവർത്തനമൊന്നുമല്ല ചെയ്യുന്നത്.
അതായത് എന്താണ് ഞാനാണ് ചെയ്തതെന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. ഒരു കൈ ഇതാണ് അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ലാന്നോ. ഇവരെല്ലാവരും ചെയ്യുന്നത് തങ്ങൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അത് നാട്ടുകാരെ അറിയിക്കുക, അഡ്വർടൈസ് ചെയ്യിക്കുക, അതിലൂടെ നേട്ടം കൊയ്യുക. ഇങ്ങനെ തന്നെയല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളായിരിക്കില്ല ഇതെല്ലാം. ഒന്നാമത്തെ കാര്യം ഭയങ്കര ലളിതവൽക്കരണമായി പോയി. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എല്ലാ ഗവൺമെന്റുകളും ഇങ്ങനെയായിരുന്നു. അതായത് EMS ഗവൺമെന്റ് ഭൂപരിഷ്കരണം നടത്തിയപ്പോൾ EMS പറഞ്ഞു എൻ്റെ ഫോട്ടോ എല്ലാ വീടിന്റെ ഭൂപരിഷ്കരണം നടത്തി 10 സെന്റ് കിട്ടിയ എല്ലാ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചേക്കാൻ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഒരു ഭൂപരിഷ്കരണം നടത്തുന്ന, നാടിനെ ബാധിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്ന ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ആ മാറ്റം വരുത്തിയത് ഞങ്ങളാണെന്ന് പറഞ്ഞു, അതിന് കുഴപ്പമില്ല. പക്ഷേ നാളെ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് സഹായിച്ച് ഒരുത്തന്റെ കിഡ്നി ഓപ്പറേഷൻ നടത്തി മാറ്റി വെക്കുമ്പോഴത്തേക്ക് അവന്റെ നെറ്റിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഇത് ഇന്ന ഗവൺമെന്റിന്റെ ഫോട്ടോ ഒട്ടിക്കണമെന്ന് പറഞ്ഞ് എന്തൊരു മര്യാദകളാണ് നിങ്ങൾ എന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടോ? ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ചെയ്യും എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇവിടെ താങ്കൾ ഇപ്പൊ പറഞ്ഞ അതിൽ വേറൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ടൗട്ട് അല്ല ഇവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു എംബ്ലമാണ്. ഇവിടെ ഒരു എംബ്ലം അല്ലെന്ന്. പിന്നെ നിങ്ങൾ എന്ത് വിവരക്കാരാണ് ഈ പറയുന്നത്? താങ്കൾക്ക് നാളെ ഈ പറയുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ SBI ഒരു ലോൺ തന്നു. നാളെ SBI പറയാണ് എന്റെ SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ എംബ്ലം അതിൽ പതിക്കണമെന്ന് പറഞ്ഞാൽ താങ്കളുടെ ആത്മാഭിമാനത്തിന്റെ പുറത്ത് കടക്കൽ കത്തിവെക്കുന്ന ഒരു പണിയാണ്. നിങ്ങൾ 20 കൊല്ലം കൊണ്ട് നിങ്ങളുടെ ഹൗസിംഗ് ലോൺ അടച്ചു തീരുന്നത് വരെ എന്റെ ഫോട്ടോ നിന്റെ നെഞ്ചത്ത് പതിക്കണമെന്ന് പറയുന്ന ആ കാര്യമുണ്ടല്ലോ, അതൊരു സാധാരണക്കാരന്റെ ആത്മാഭിമാനത്തിന്റെ പുറത്ത് അടിക്കുന്ന ഈ പറഞ്ഞ ഒരു ആണിയാണ്. അത് മനസ്സിലാക്കാൻ ഷാജിക്ക് കഴിവില്ലെങ്കിൽ ഷാജി പണി നിർത്തി പോണം. ഷാജി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശീലം തുടങ്ങിയത് കോൺഗ്രസിന്റെ UPA ഭരിക്കുന്ന കാലത്ത് മുതൽ ഈ ശീലം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് മോദിയും അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അല്ല, ഇതാണ് പറഞ്ഞത്, ആരാണ് ഈ ശീലം ആരംഭിച്ചത്? അതായത് ഈ എംബ്ലം എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ മോദി വന്നതിന് ശേഷമല്ലല്ലോ ഇത് ആരംഭിക്കുന്നത്, മോദി വന്നതിന് ശേഷമാണ്. അല്ല, അതിന് ഷാജിപ്പം പറയുന്നത് UPA കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇവിടെ എംബ്ലം പതിച്ചിട്ടുള്ളത്. UPA കാലത്ത് കാരണം നമ്മുടെ നാട്ടില് ഒരുപാട് ബസ് ഷെൽട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് MLA വകപ്രകാരമാണെന്ന് ഗൗതം എന്താണ് ആ വീടല്ല ഗൗതം എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്തിട്ട്, നിങ്ങൾക്ക് ഞാൻ എന്റെ കിഡ്നി തന്നിട്ട് ഞാൻ പറയാണ് നിങ്ങളുടെ നെറ്റിയിൽ എന്ത് ചെയ്യണം കേട്ടോ, മറ്റേ കുത്തിവെക്കണം, മറ്റേ പച്ചയടിക്കണം എന്നുള്ളത് രതീഷ് വക എന്ന് പറയുന്നതിന്റെ അസംബന്ധം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് പബ്ലിക് മറ്റേ ടോയ്ലറ്റ് പണിതു, മറ്റേ സ്കൂളിൽ കെട്ടിടം അനുവദിച്ചു, മറ്റേ ഷെഡായിട്ട്. ഇവിടെ അതൊന്നും ആരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നില്ല. ഞാൻ ചെന്നൊരു വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ദൈവമേ ഈ വെയിറ്റിംഗ് ഒരു മിനിറ്റ് അല്ല പറഞ്ഞ പോലെ അപ്പൊ ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ അയ്യോ ഇത് മറ്റേ K. സുധാകരൻ MP വക എന്നെഴുതുമ്പോ എനിക്ക് നാണക്കേടാന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ നിൽക്കുന്നുള്ളൂ. അതുപോലെയാണ് ഒരാളുടെ സ്വപ്നം ഒരു വീടെന്ന് പറയുന്നത്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഷാജി എന്ന് പറഞ്ഞ എവിടെയാണ് സ്റ്റിക്കർ വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞതല്ല, ഷാജി പറഞ്ഞതാണ്. ഷാജി പറഞ്ഞ കാര്യം പറയുന്നത് അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ അതെ അല്ല ശരി, അങ്ങനെയാണെങ്കിൽ ഈ ശീലം തുടങ്ങിയത് ആരാണ്? പദ്ധതി. എന്റെ പൊന്നു സുഹൃത്തെ, പദ്ധതികൾക്ക് പ്രധാനമന്ത്രികളുടെ പേരിട്ടോട്ട് ആരാണ് വേണ്ടെന്ന് പറഞ്ഞത്? PM ആവാസ് യോജന വഴിയാണ് പണം കിട്ടുന്നത് എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് മൈലേജ് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അത് അവർ ചെയ്തോട്ടെ. പക്ഷെ ആ പണം മേടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ പറയുന്ന പോലെ വീടിന്റെ മുമ്പിൽ എംബ്ലം പതിക്കണമെന്ന് പറയുന്നു. ആ എംബ്ലം പതിക്കണമെന്ന് പറയുന്നതിനെ ന്യായീകരിക്കുന്ന ആരാണ്? ഞാൻ ഇത് ചോദിക്കുന്നു, ഇതെല്ലാം ശരിയാണെന്ന് തന്നെ വിചാരിക്കോട്. ഈ നരേന്ദ്രമോദി ചെയ്യുന്ന ഒരു ആക്ടിനെ കോൺഗ്രസ് എതിർക്കുന്നു, ഇന്ത്യ മുന്നണി എതിർക്കുന്നു, മുസ്ലിം ലീഗ് എതിർക്കുന്നു, CPM എതിർക്കുന്നു, CPI എതിർക്കുന്നു. എന്താണ് KM ഷാജിക്ക് മാത്രം ഇത് ന്യായീകരിക്കേണ്ട ആവശ്യം? ചിന്തിച്ചിട്ടുണ്ടോ താങ്കൾ? ഞാൻ അതാണ് തുടക്കത്തിൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ ഇനി വേറെ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ആദ്യം പറയുന്ന ആരാണെന്ന് അറിയാമോ? ആദ്യം പറയുന്നത് ഇവരുടെയൊക്കെ മറ്റേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് മൊത്തമായി ഏറ്റെടുത്തിട്ടുള്ള മൗദൂദിയൻ ചാനലിലുള്ള അജിംസ് ആണ്. ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അജിംസ് ആദ്യം PM ശ്രീക്ക് എതിരാണ്. പിന്നെ PM ശ്രീയെ കുറിച്ച് പറയുമ്പോൾ അജിംസ് പറയുന്നത് നിഷാദ് റാവുത്തർ ചോദിക്കുന്നു, അതല്ല പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണമെന്നൊക്കെ ചോദിക്കുമ്പോ ഇതേ വാചകം അജിംസ് പറയുന്നു. ഫോട്ടോയാണ് പ്രശ്നം, വേണമെങ്കിൽ 5 10 ഫോട്ടോ വെക്കട്ടെ എന്ന് പറയണം. ഇവിടെ 5 10 ഫോട്ടോ വെക്കട്ടെ എന്ന് പറയണം. നാളെ ഒരാളുടെ കല്യാണത്തിന് ഞാനൊരു മാല മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മാലയിൽ ഈ പറയുന്ന പോലെ രതീഷ് ചക്രവാണി വക എന്നുള്ളത് മറ്റേ താലിമാലയുടെ ഫ്രണ്ടിൽ എഴുതിയിടാൻ പറയണേ. എത്ര അസംബന്ധമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ആരോടെ പറയണ? ഇനി ഷാജിക്ക് എന്താ ഇതിനൊക്കെ ഗുണമെന്നറിയാമോ? ഷാജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇന്നലെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിലൊരു ചെറിയ കാര്യം ഞാൻ ഗൗതത്തിനോട് പറയാം. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാജിയെ സംബന്ധിച്ചോളം
ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ മറ്റു പല കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങിയിരുന്നു. ആ കോർപ്പറേറ്റുകളുടെ താല്പര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് ഈ അഭ്യാസം നടക്കുന്നത്. പിന്നെ ഷാജിയൊക്കെ പല നുണകളും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഷാജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്താ ഒരു പ്രസംഗത്തിൽ. അത് കേരളത്തിൽ വലിയ കൃത്യമായി വിറ്റുപോയൊരു കാര്യമാണ്. ഞാനും വി ഡി സതീശനും കൂടി പലതവണ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് വി ഡി സതീശൻ MLA ആണ്. ഒരു മുറി മറ്റേ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കിടന്നുറങ്ങുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ വ്യർത്ഥമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്കൊരു മുറിയിലായിരിക്കും എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് പോട്ടെ. അപ്പൊ കിടന്നിട്ടില്ലെന്ന് എവിടെ കിടന്നിട്ടില്ലെന്ന് പറയാം. ഗൾഫിൽ പോയപ്പോൾ ചിലപ്പോൾ കിടന്നിട്ടുണ്ടാവും. ഇനി കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാജി പറഞ്ഞത് നുണയാണെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് വേറെ എങ്ങും പോകേണ്ട ഒരു തെളിവും വേണ്ട. ഷാജി പറയണേ. അപ്പൊ ഞാൻ ഒരു സൈഡിൽ നിസ്കരിക്കും, ഒരു സൈഡിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ പോകും. ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരാണെന്ന്. ഇതേപോലെ വായിൽ തോന്നിയ അടി അവരവരുടെ പൊളിറ്റിക്കൽ നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അടിക്കുന്ന ഒരാളാണ്. സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞേ. ഈ കേരളത്തിലെ 2 MLA പോട്ടെ, ഏറ്റവും കുറഞ്ഞ വി ഡി സതീശൻ MLA ആണല്ലോ. കേരളത്തിലും ഇന്ത്യയിലും എവിടെ യാത്ര ചെയ്താലും അദ്ദേഹത്തിന് കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റൂം കിട്ടുമല്ലോ. KM ഷാജിയും ഒരു റൂം എടുക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ? ഏതെങ്കിലും MLA അംഗന്മാര് രണ്ടുപേരും ഒരേ റൂമിൽ ഒറ്റക്ക് ഒരുമിച്ച് താമസിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടോ? കോളേജിൽ പഠിക്കുന്ന സമയത്തോ ചിലപ്പോൾ SFI DYFI നേതാവാകുമ്പോഴോ KSU മറ്റേ യൂത്ത് കോൺഗ്രസ് നേതാവാകുമ്പോഴോ സംഭവിച്ചിട്ടുണ്ടോ? അല്ലാതെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. എന്തായാലും അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. കിടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, കിടന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു വരുന്നത്. കിടന്നാൽ ഇപ്പൊ ജനത്തിന് എന്താ, കിടന്നാൽ എന്താ, കിടന്നില്ലെങ്കിൽ എന്താ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ ഞങ്ങളുടെ മതപരമായ വിശ്വാസങ്ങൾ ഒരിക്കലും ഹനിച്ചിട്ടില്ല. കാരണം ഒരു സൈഡിൽ സതീശൻ പൂജയും ഒരു സൈഡിൽ ഇപ്പുറത്ത് പൂജ ചെയ്യുന്നതാണ്. ഇത് പറയുമ്പോണ്ടല്ലോ യഥാർത്ഥത്തിൽ ഷാജിയുടെ മുഖത്തൊരു ചിരിയുണ്ട് ഈ പ്രസംഗം പറയുമ്പോൾ. ഷാജി ഇതുപോലെയുള്ള അടികൾക്ക് പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഷാജിയുടെയൊക്കെ മൂടുപടം തകർന്നു വീണത് ഇപ്പൊ PMC പദ്ധതി ഇവർ എന്ത് ചെയ്യാണ്? ഒന്നാലോചിച്ച് നോക്കൂ. ഷംസുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രി പറയാണ് PMC പദ്ധതി തുടരേണ്ടി വരുമെന്നാണ്. കാരണം മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സറണ്ടർ ചെയ്തതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക മുഖങ്ങളുണ്ട് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഗുജറാത്തിന്റെ കാര്യത്തിൽ എന്താ? ഗുജറാത്തിന്റെ കാര്യത്തിലും ഷാജി 2013 ഇത് പറഞ്ഞു. ഈ ഗുജറാത്തിന്റെ കാര്യത്തിൽ ഷാജി എന്തിനത് പറഞ്ഞു, എവിടെ പറഞ്ഞു എന്നുള്ളത് പരിശോധിക്കപ്പെട്ടു. ഞാനിപ്പോൾ പരിശോധിച്ചിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഷാജി പലപ്പോഴും വളരെ കൃത്യമായി തൻ്റെ നിലനിൽപ്പിനനുസരിച്ച് പല തന്ത്രങ്ങൾ പയറ്റിയിട്ടുള്ള ഒരാളാണ്. ആ പയറ്റിയിട്ടുള്ള ഒരാളുടെ ഭാഗമായി മാത്രം അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു പ്രോ സംഘപരിവാർ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവാണ്. അതിൽ പകുതി സത്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ എല്ലാ ആളുകളും പറയുന്ന പോലെ മോദി രാവിലെ ഇറങ്ങി അങ്ങോട്ട് വരൂ നമുക്ക് കലാപം നടത്താം എന്ന് പറഞ്ഞൊരു കാര്യമല്ല. പക്ഷേ മോദിയുടെ ഫെയിലിയർ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെയിലിയർ മോദി അന്ന് അവിടെ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും അത് തടയാനും ഒക്കെ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ധാർമ്മികമായ ഉത്തരവാദിത്തം മോദിക്കുണ്ട്. ആ മോദിക്കുള്ള ഉത്തരവാദിത്തത്തെ കൂടി പുള്ളി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴേ ഈ പറഞ്ഞ പോലെ ഭയമുണ്ട്. യഥാർത്ഥത്തിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെയും സ്വന്തം രാഷ്ട്രീയത്തെയും വിട്ടുകൊടുക്കുകയാണ്. പ്രവീൺ തൊഗാഡിയുടെ ഒക്കെ ബന്ധം, അതായത് അദ്ദേഹമാണ് ഇതിന് കോപ്പ് കൂട്ടിയത് ഈ കലാപത്തിന് വേണ്ടിയിട്ട്, അത് മോദിയെ താഴെ ഇറക്കുക എന്ന ഉദ്ദേശത്തിലൂടെയാണ് എന്നൊക്കെ. ഞാൻ തിരിച്ച് താങ്കളോടൊരു കാര്യം ചോദിക്കുന്നു. രാജൻ കൊലക്കേസ് എന്ന് പറയുന്നത് വളരെ പ്രശ്നമായ കൊലക്കേസ് ഉണ്ടായതിലൂടെ രാജനെ കാണാതായത്. ഈ രാജനെ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ കെ കരുണാകരൻ ഒരു നുണ പറയുന്നുണ്ട്. അതായത് രാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് കണ്ടെത്തുകയും യഥാർത്ഥത്തിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെ രാജൻ മരണപ്പെട്ടു എന്നറിയുകയും അതിനെ സംബന്ധിച്ച് പിറവി എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള സിനിമ ഇച്ചിരവാരിയുടെയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, രാജനെ രാവിലെ എഴുന്നേറ്റ് കെ കരുണാകരൻ വീട്ടിൽ നിന്ന് പോയി വണ്ടി കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പകരം ഹി ഹാസ് എ മോറൽ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി മോദിക്ക് ഇക്കാര്യത്തിലുണ്ട്. പക്ഷെ അതിന് പകരം ചില ആളുകൾ ഈ പറഞ്ഞ മോദി ഏതാണ്ട് അവിടെ ചെന്ന് നേരിട്ട് കൊന്നു എന്നൊക്കെ പറയുന്നതിലും ചില അനൗചിത്യം. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലാപത്തിന് പിന്നില് കളിച്ചവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മോദിയെ താഴെത്തിറക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ബാക്കിൽ ആരായിരുന്നു എന്നുള്ളതാണ്. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് യെസ് ഓർ നോ എന്നുള്ളത് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ഇപ്പം MP ശ്രീകുമാർ അന്ന് അവിടെ DGP ആയിട്ടിരിക്കും, മലയാളിയായിട്ടുള്ള DGP ആണ്. അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഇപ്പോൾ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, അതിൽ പകുതി സത്യവും പകുതി നുണയുണ്ട്. യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറെ പോലെയുള്ള ആളുകൾ പോലും ഈ പറയുന്ന ഒരു വെള്ളപൂശൽ, ഒരു പ്രോ സംഘപരിവാർ നിലപാടെടുക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും
ഈ നരേന്ദ്രമോദിയുടെ കാര്യത്തില് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അവിടെ അന്ന് ഗുജറാത്തിനകത്ത് BJPക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില താങ്കൾ പറഞ്ഞ പോലെ പ്രവീൺ തൊഗാഡിയായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രവീൺ തൊഗാഡി എന്ന് പറയുന്നത് VHPയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ്. അതുപോലെ തന്നെ നിരവധി മറ്റ് നേതാക്കന്മാർ, അതായത് നരേന്ദ്രമോദി ഒരിക്കലും മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിച്ച ഒരാളല്ല, ആക്സിഡന്റലായിട്ട് ചീഫ് മിനിസ്റ്റർ ആയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ മദ്യമാഫിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അതിലേക്കുണ്ട്. ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് മാത്യു സാമുവലിനോടും അതുപോലെ തന്നെ MP ശ്രീകുമാറെ പോലെയുള്ള ആളുകളും അതുപോലെ നിരവധി മറ്റു ആളുകളോടും സഞ്ജീവ് സിംഗിനെ പോലെയുള്ള ആളുകളോടും കോടതി വിധികളും ഒക്കെ ഞാൻ നോക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദിക്ക് പിന്മാറാൻ കഴിയില്ല. പക്ഷെ ഒരു 50% നേരത്തെ പറഞ്ഞതിൽ ചില വാസ്തവങ്ങളുണ്ട്. ഇതിലപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ വീടുകൾക്ക് മുമ്പിൽ ഫോട്ടോ പതിക്കുന്നത്, ഫോട്ടോയിൽ എംബ്ലം പതിക്കരുത്. അതിൽ ഫോട്ടോ ഉണ്ടല്ലോ, എംബ്ലം അത് ഞാൻ ഷാജി ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞേക്കണം അതിൽ ഫോട്ടോയിൽ എംബ്ലം മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ലെന്നാണ്. അപ്പം അത് ആത്മാഭിമാനത്തെ തീർച്ചയായിട്ടും എന്ത് കാര്യം ഇരിക്കണം. ഇതെന്താ AMMയിൽ അങ്ങനെയാണ്. നിങ്ങൾ പെൻഷൻ മേടിക്കണമെങ്കിൽ പിന്നെ ഒട്ടിയാൻ പറയരുന്നവരാണ്. ഇനി എന്നാ പിന്നെ ഷാജി അതുകൂടി പറ. ഷാജി ആർക്ക് വേണ്ടിയാണ് ഈ വാദിക്കുന്നത്? കുറച്ചു മുമ്പ് ഷാജി പറഞ്ഞാൽ അറബിക്കടൽ പറ്റിപ്പോയി, അതുകൊണ്ടാണ് മറ്റേ PMC ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അൺഹെൽത്തി ഡിബേറ്റിന് എന്താണ്, എനിക്കതാണ് അൺഹെൽത്തി ഡിബേറ്റ് എന്താണ് ഈ അൺഹെൽത്തി ഡിബേറ്റ് എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു? അൺഹെൽത്തി ആയിട്ട് ഒരു ഡിബേറ്റ് കേന്ദ്രത്തിലേക്ക് പോകണം. അതായത് അൺഹെൽത്തി ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് പൊതുവെ കുറെ ആളുകളുടെ ഇവിടെ എപ്പം നോക്കിയാലും ഈ രാഷ്ട്രീയം മാത്രമേ, ഈ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം. അതുകൊണ്ട് തന്നെ യുവാക്കളടക്കമുള്ള പല ആളുകളും കേരളം വിട്ട് പുറം സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പം വയസ്സന്മാർ മാത്രം കുടിയിരിക്കുന്ന, രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്ന ഒരു ഇടമായിട്ട് കേരളം മാറുന്നുണ്ട്. വെറും അൺഹെൽത്തി ഡിസ്കഷനും ഡിബേറ്റുകളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നൊക്കെയുള്ള കുറേ ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റ് ആണ്. ഇപ്പൊ ഫോട്ടോ വെച്ചാലും ഇല്ലെങ്കിൽ ആ പണം കിട്ടിയാൽ മതിയല്ലോ, വെറുതെ ഒരു തർക്കത്തിന് പോകണ്ടെന്ന് KM ഷാജിക്ക് തോന്നുന്നു. അല്ല, ഭയങ്കര തോന്നലായി പോയല്ലോ. ഈ 1.5 മാസം മുമ്പ് ഷാജി പറഞ്ഞത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ കയറി വരുമെന്നാണ്. ഇപ്പൊ ഷാജി എന്താ പറയുന്നത്? അവരിറങ്ങിപ്പോക്കോട്ടെ എന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാവായി നിൽക്കുന്നത്, ആ മുസ്ലിം സമുദായത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വൻ ഭൂരിപക്ഷം തന്ന അധികാരത്തിലേറ്റിയത് നിങ്ങൾ ഇതിന് തൊട്ടു മുമ്പ് വരെ പറഞ്ഞ രാഷ്ട്രീയം അവരെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ രാഷ്ട്രീയം നിങ്ങൾ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതെങ്ങനെ അൺഹെൽത്തി ആവുന്നത്? നിങ്ങൾക്ക് BJPയുമായിട്ടുള്ള വിയോജിപ്പ് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ അൺഹെൽത്തി ആവുന്നത്? അപ്പൊ അത് അൺഹെൽത്തി അല്ല, നിങ്ങളുടെ രാഷ്ട്രീയം മാത്രമാണ് പറയാൻ പറഞ്ഞത്, അല്ലാതെ രാവിലെ ചെന്ന് അവരായിട്ട് തല്ലുപിടിക്കാൻ പറഞ്ഞില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം KC വേണുഗോപാലും EP ജയരാജൻ തമ്മിലൊരു റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ കണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുന്നതിനെതിരല്ല, പക്ഷെ നിലപാടുകളുടെ കാര്യത്തിൽ വെള്ളം ചേർക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഷാജിയോട് പറയാനുള്ളത്. ഷാജി ഇതിനു മുമ്പ് വേറൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് ഗോത്തിന് അറിയോ? PFIക്കാർ ഇവിടെ പിരിച്ചുവിട്ടപ്പോഴേക്കും അവരൊക്കെ എവിടെ പോയി ജോയിൻ ചെയ്യും. അതുകൊണ്ട് മുസ്ലിം ലീഗിലെ നല്ല പൊളിറ്റീഷ്യന്റെ ഒരു യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആവണ്ടേ? പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല, നല്ല പൊളിറ്റീഷ്യന്റെ യഥാർത്ഥ മുഖമെന്ന് ഈ ഗൗതം വിചാരിക്കോ കുഴപ്പമില്ല. കാരണം ചില്ലറ മേടിച്ച് പ്രാക്ടിക്കൽ ആവുന്നതാണെന്ന് ഗൗതം വിചാരിച്ചു, എനിക്ക് കുഴപ്പമില്ല. അല്ല, ഞാൻ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിൽ നിന്ന് നിലപാടിൽ ഇട മാറാത്ത പ്രവർത്തിച്ച എത്ര രാഷ്ട്രീയക്കാരുണ്ട്? പിണറായി വിജയനാണോ? എത്ര പേരുണ്ട്? പിണറായി വിജയൻ എപ്പോഴും മാറിയതൊന്നും പറഞ്ഞു. പിണറായി വിജയൻ മാറിയിട്ടില്ല. ഞാൻ തങ്ങൾക്ക് പറഞ്ഞ ബുദ്ധിമുട്ടാവെന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നത്. ഈ പിണറായി വിജയൻ ഈ ഇതേ വാചകത്തിൽ പറഞ്ഞ വാചകമുണ്ട്. ഒരു എംബ്ലവും ഈ പറഞ്ഞ ലോഗോയും ഒരു വീടിന്റെ മുമ്പിൽ പതിക്കാൻ പോകുന്നില്ല. കാരണം അത് ഓരോരുത്തരുടെയും വീടെന്ന് പറയുന്ന അവന്റെ സ്വപ്നവും അവന്റെ ആത്മാഭിമാനവുമാണ്. അതിന്റെ പുറത്തു കൊണ്ടായിട്ട് ഒരു സ്റ്റിക്കറും ഈ ഗവൺമെന്റ് പതിക്കില്ല. അങ്ങനെ പതിക്കാൻ നിങ്ങൾ നിർബന്ധിച്ചാൽ നിങ്ങളുടെ പണം വേണ്ട, ഞങ്ങൾ മുഴുവൻ കൊടുത്തു പറയുന്നത്. കേരളത്തിലെ കറകളഞ്ഞ നിലപാടിൽ നിന്ന് ഇട മാറാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ. തീർച്ചയായിട്ടും അതിന് ജനം ബോധ്യപ്പെടാതിരിക്കണേ ഉള്ളൂ. ജനം എന്റെ ചോദ്യം വളരെ തിരിച്ചാണ്. KM ഷാജി ഇങ്ങനെ മാറിയതിന്റെയും 1.5 മാസം പറഞ്ഞ പൊളിറ്റിക്സ് ഇപ്പൊ അൺഹെൽത്തി ആയതിന്റെയും കാര്യം എന്താണ് ഒന്ന് പറഞ്ഞു തന്നെ. എന്താ അൺഹെൽത്തി ആയത്? PMC ഇപ്പൊ എങ്ങനെയാണ് ഷാജി വന്നിട്ട് ആദ്യം എന്നെ കയറി വരുമെന്നൊക്കെ, അതും ഭയങ്കര അവതരണമായിരുന്നു, ഗംഭീര അവതരണമായിരുന്നു. ഈ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ഇങ്ങോട്ട് കയറി വരും എന്ന് പറയുന്നത് അൺഹെൽത്തി എന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം വേണം. ഈ കാര്യം അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കിയതുകൊണ്ടോ ഒച്ചപ്പാട് ഉണ്ടാക്കിയതുകൊണ്ടോ, അല്ലാണ്ട് വെറുതെ ഈ ഒച്ച മാത്രമേ ഉള്ളൂ, എങ്ങനെ ഈ കലവില മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ആർക്കും യാതൊരു ഗുണവുമില്ലാത്ത, ഇതെങ്ങനെ കലപില മാത്രം ആർക്കും യാതൊരു ഗുണവുമില്ലാത്ത ഡിബേറ്റുകൾ വേണ്ട എന്നാണ് ഷാജി ഉദ്ദേശിച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. ഷാജി പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തില്
ഈ മറ്റേ ബെഞ്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് 31 പേരുടെ സെനറ്റ് മെമ്പർമാരിൽ 19 പേരെയും ഗവർണർ ഒറ്റക്ക് നിയമിക്കുന്നു. അപ്പൊ നമ്മൾ മിണ്ടണ്ട, കാരണം അൺഹെൽത്തി ആവും. ഇത് തന്നെ റോജി എം ജോണും പറയണം, മനസ്സിലായി, നമ്മൾ അൺഹെൽത്തി ആവും. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റേ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മറ്റേ ഇയാളുടെ പങ്കജ് ഭണ്ഡാരിയുടെ അതേ തന്നെ ഈ പറഞ്ഞ വക്കീലിനെ വെച്ച് നിയമിക്കുന്നു. നമ്മൾ മിണ്ടണ്ട, അൺഹെൽത്തി ആവും. മൂന്നാമത്തെ കാര്യം, യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഗവർണർ മീറ്റിംഗിന് വിളിക്കുന്നു. നമ്മൾ മിണ്ടണ്ട, അൺഹെൽത്തി ആകും. ഇത്തരത്തിൽ ഈ പറഞ്ഞ പറഞ്ഞോ അല്ല, ഇതാണല്ലോ അൺഹെൽത്തി എന്ന് പറയുന്നത്. അല്ലാതെ എന്താ ഷാജി പറഞ്ഞ കാര്യം തന്നെയല്ല, ഈ ഗവൺമെന്റിന്റെ മൊത്തം കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഷാജി ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഷാജി അൺഹെൽത്തി എന്ന് പറഞ്ഞത് ഈ പർട്ടിക്കുലർ വിഷയത്തിലാണ്. ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഷാജിക്കത് മനസ്സിലാവാത്തതിന്റെ കാര്യം, 1 രൂപ പോലും ലോൺ എടുക്കാതെ സ്വന്തം വീട് അതിഗംഭീരമായി 5600 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുകയും അതിന്റെ പുറകിൽ ഈ പറഞ്ഞ കട്ടിലിന് താഴെ 50 ലക്ഷം രൂപ ഞങ്ങൾ മറ്റേ മെമ്പർഷിപ്പ് വിരിച്ച തുകയാണെന്ന് പറഞ്ഞ് താഴെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇതിന്റെ മുറിവ് മനസ്സിലാവില്ല സുഹൃത്തെ. ആ മുറിവ് മനസ്സിലാകണമെങ്കിൽ നാളെ യൂണിയൻ ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ SBIയോ HDFC ബാങ്കോ നിങ്ങൾക്ക് ഹോം ലോൺ തരണം. എന്നിട്ട് പറയണം ഇത് ഈ പറയുന്ന ലോൺ അടച്ച് തീരുന്നത് വരെ ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറയുന്ന ഒരു ലോഗോ വെക്കാൻ പറയണം. അപ്പൊ അവന് മനസ്സിലാവും ഓരോ ദിവസവും ആ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള വേദന. ആ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ ആ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്താണ് വലിയ ഭൂരിപക്ഷത്തോട് പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. കാരണം ആത്മാഭിമാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഈ നമ്മുടെ മണി MM മണി ഉടുമ്പൻചോലയിലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നമ്മൾ പല സാധനങ്ങൾ ഈ എന്താണ് ശമ്പളവും മറ്റേതും പെൻഷനും ഒക്കെ നൽകിയിട്ട് ഈ ആളുകൾ നമ്മളെ പറ്റിച്ചിരിക്കുന്നു, ഈ വിഡ്ഢികൾ, അങ്ങനെ എന്തോ പ്രയോഗമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, അത് പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ പ്രശ്നമായിരുന്നു. അത് ശരിയായ നിലപാടാണ് മാധ്യമങ്ങളുടേത്. അപ്പൊ ഇതിലെന്താ നിലപാടില്ലാത്തത്? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു എംബ്ലം വെച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പൊ BJP പറയുന്ന നയം UDF ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? സിമ്പിളാണ് ലോജിക്ക്. ഞാൻ പറയുന്നു, ഞങ്ങളൊക്കെ കൂടി എന്ത് ചെയ്തോളാം, 10 രൂപ വേണമെങ്കിൽ ഗവൺമെന്റിന് കൂടുതൽ ഒരു മാസം ടാക്സ് അടച്ചോളാം. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൂടിയെന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോ കേന്ദ്രമായിട്ട് നിരന്തരം ഈ അടിപിടി കൂടിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഭരണം ഒരു സംസ്ഥാനത്ത് നടക്കുമോ? അയ്യോ, ഇതൊക്കെ ഭയങ്കര ലളിതമായിട്ടുള്ള യുക്തികളാണ്. നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ടടുത്ത്, ഇവിടുത്തെ ജനങ്ങളുടെ ഈ പറഞ്ഞ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടടുത്ത് നിങ്ങൾ അതിനുവേണ്ടി പോരാടണം. അല്ലാതെ വെറുതെ എന്ന് പറയുന്ന ഒരു വാചകം, എന്താണ് ഈ വെറുതെ എന്ന് പറയുന്നത്? അവന്റെ നെഞ്ചത്തോണ്ടായിട്ട് എന്ത് ചെയ്തു, ഈ എംബ്ലം വെച്ചോ എന്ന് പറയുന്നതാണ് വെറുതെ. കുഴപ്പമില്ല, വീട്ടിന്റെ ഏതെങ്കിലും മൂലക്കായിരിക്കും. വീട്ടിലേതെങ്കിലും മൂലക്കായിരിക്കും. അല്ല, വീട്ടിലേതെങ്കിലും മൂലക്ക് വെച്ചോട്ടെ എന്നാണ് ഗൗതം പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാ ബാങ്കുകളും എന്ത് ചെയ്തു, നെഞ്ചത്തല്ലാന്ന് ഞാൻ പറഞ്ഞു. നെഞ്ചത്ത് തന്നെയാണ് സുഹൃത്തെ. വീട്ടില് ഏതെങ്കിലും മൂലക്കെന്ന് പറഞ്ഞാൽ മറ്റേ അടുക്കളയിൽ നിന്നാണ് മറ്റേ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിന്റെ അകത്ത് വെച്ചാൽ മതി സാധനം. അങ്ങനെയല്ല, വീട്ടില് നിർബന്ധമായിട്ട് ഇത് പിടിപ്പിക്കണം. അതിന്റെ ഏറ്റവും വലിയ അനൗചിത്യം എന്താണെന്ന് അറിയാമോ? 4 ലക്ഷം രൂപ കൊടുക്കേണ്ടടുത്ത് 75,000 രൂപ കൊടുത്തപ്പോൾ അവനെ അവരുടെ എംബ്ലം പിടിപ്പിക്കണമെന്ന് പറയണം. എന്തൊരു അസംബന്ധമാണിത്. പെൻഷൻ എല്ലാം വാങ്ങി ഷാപ്പാട് കഴിച്ച് ജനങ്ങൾ കാണിച്ചത് നന്ദികേട്. ഇങ്ങനെയാണ് വോട്ടർമാരെ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് 50 എണ്ണം താങ്കളുടെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞുതരാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഏറ്റെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതപ്പം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് താങ്കൾ ഇപ്പൊ KM ഷാജിയെ ന്യായീകരിക്കാനാണ് കൊണ്ടതെങ്കിൽ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. എനിക്കിപ്പോ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സാറടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ എംബ്ലം വെക്കുന്നു, അതിൽ ഫോട്ടോ വരുന്നു, ഈ ഒരു പ്രവണത എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് വേണമെങ്കിൽ വിഷയം അടുത്ത വീഡിയോ എടുക്കില്ല, ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടുണ്ടാവുന്നതെന്നാ, ഈ രാഷ്ട്രീയക്കാരൻ അവനവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അവിടെയാണ് ഈ MM മണി പറഞ്ഞ കാര്യമായിട്ട് അതിന് പ്രസക്തി ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. നൈമിഷികമായ വികാരത്തിന് അടിമപ്പെട്ടാണ് വോട്ട് ചെയ്തത്. നന്ദികേടാണ് കാണിച്ചത്. റോഡ്, പാലം, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നടന്നിട്ടില്ല. ഇതെല്ലാം വാങ്ങിക്കഴിച്ച് നല്ല ഭംഗിയോടെ ഷാപ്പാട് കഴിച്ച് നല്ല ഭംഗിയായി നമുക്കിട്ട് വച്ചു എന്നാണ് തോന്നുന്നത്. നല്ലപോലെ പെൻഷൻ വാങ്ങി എതിരായി വോട്ട് ചെയ്തു. ഒരുമാതിരി പണിയായിപ്പോയി. ഒരു മര്യാദ കാട്ടേണ്ടേ? അപ്പോൾ ഈ ജനങ്ങള് ഒരുപക്ഷെ മറന്നു പോകുന്നു ആരാണ് നമുക്ക് ഈ വീട് വെച്ച് തന്നത്, നമുക്ക് ഈ കാര്യങ്ങൾ, പാലം പണിത് തന്നത്, റോഡ് തന്നത്. ഇതൊക്കെ ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്. അത് ഒരുപക്ഷെ ജനങ്ങൾ മറന്നു പോയാരോ എന്നത് തോന്നുന്നത് കൊണ്ടാകാം ഇങ്ങനെയുള്ള എംബ്ലങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടല്ലേ
അതായത് നേട്ടം ഇത് ഞങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഒന്ന്, അങ്ങനെ ബോധ്യപ്പെടുന്ന ജനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെടണം. അല്ല, ജനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെടണം. അങ്ങനെ എന്തിനാണ് ബോധ്യപ്പെടുന്നത്? കാരണം ഇവര് വോട്ടർമാരാണ് ഈ ജനങ്ങള്. വോട്ട് ചെയ്യാൻ വരുമ്പോൾ BJP-യോടോ UDF-നോടോ CPM-നോടോ നന്ദി കാണിക്കണം. കാരണം വീട് തന്നത് ഞങ്ങളാണ്, ആ നന്ദി കാണിക്കണേ വോട്ട് ചെയ്യാൻ വരുമ്പോൾ, മറന്നു പോകരുതേ. അതുകൊണ്ടാണ് ഈ എംബ്ലം വരുന്നത്, അതുകൊണ്ടല്ലേ? അല്ല, ഈ എംബ്ലത്തിന് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. 4 ലക്ഷം രൂപയിൽ 3,20,000 കൊടുക്കുന്നത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയാണ്. അതിൽ കേവലം 80,000 75,000 രൂപ കൊടുക്കുന്നവന്റെ ഫോട്ടോ വെച്ചേക്കെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എന്തൊരു മര്യാദയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ വാതിൽ മാത്രം ഫിറ്റ് ചെയ്തവന്റെ പേരെഴുതി വെക്കുന്നതിന് എന്തൊരു വൃത്തികേടാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊന്നും ഇവരാരും കൽപ്പണിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറവക്കോ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാശല്ലെന്നേ. ഇത് ഈ നാട്ടിലെ പാവപ്പെട്ട ദരിദ്രനാരായണന്മാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊടുത്ത ടാക്സ് നിന്ന് നിങ്ങളത് കുറെ കൂടി ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ക്രെഡിറ്റ് അവർ മറന്നെങ്കിൽ നിങ്ങളൊക്കെ സഹിച്ചാൽ മതി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ആരുടെങ്കിലും നെഞ്ചത്തോണ്ടായിട്ട് ഈ ബോർഡ് വെക്കണ്ട കേരളത്തിൽ, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ അടുത്ത സംശയം, അത് വെക്കണ്ടെന്നുള്ളത് എപ്പോഴത്തെയും നിലപാടാണ്, മുസ്ലിം ലീഗിന്റെ നിലപാടാണ്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് നരേന്ദ്രമോദിയെ ന്യായീകരിക്കാനായിട്ട് KM ഷാജി വരുന്നുണ്ടെങ്കിൽ ഞാൻ KM ഷാജിയോട് പറയുന്നു, നിങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണല്ല, നിങ്ങളുടെ കാലിന്റെ അടിയിലെ ഭൂമി ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് മലബാറിൽ. ഈ പറയുന്ന പ്രസ്താവന, നിങ്ങൾ അറബിക്കടൽ നിങ്ങൾക്ക് പറ്റിപ്പോയി. രണ്ടാമത്തത് ഇത് സംഭവിച്ചു. ഇത് നിങ്ങൾ തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കും. കാരണം നിങ്ങളിപ്പോൾ മന്ത്രിയാവും, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ സമ്പത്തുണ്ടാവും, നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം, നാളെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിയിലും കയറാം. പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, എനിക്ക് പാണക്കാട് തങ്ങൾമാരോട് പറയാനുള്ളത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ത് ചെയ്തു പോകും? ഇല്ലാതായി പോകും. നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ഈ പറയുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാടിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകും. മുസ്ലിം ലീഗ് വോട്ടുകൾ CPM-ലേക്ക് പോകുന്നതാണോ പറയുന്നത്? CPM-ലേക്ക് പോകുമെന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. താങ്കൾ എന്തിനും ഇല്ലാക്കഥ വായി. അല്ല, എവിടത്തേക്കാ പോകുന്നത്? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന പരിപാടി അവർ നിർത്തും. കാരണം മുസ്ലിം ലീഗ് ഇതേവരെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ചെയ്യുമെന്ന് വിചാരിച്ചാണല്ലോ അവർ വോട്ട് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ വിട്ടുകൊണ്ട് നിങ്ങൾ BJP-യുടെ പ്രോ സംഘപരിവാർ നിലപാടുള്ള അവരെ ന്യായീകരിക്കുന്ന BJP പോലും ന്യായീകരിക്കാൻ നിൽക്കാത്ത, ഞാൻ തിരിച്ച് ഗൗതത്തോട് ചോദിക്കട്ടെ, ഏതെങ്കിലും BJP നേതാവ് ഒന്നും ന്യായീകരിച്ചിട്ടുണ്ടോ ഈ എംബ്ലം വെക്കുന്നത് നല്ലതാണെന്ന്? അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ എവിടത്തേക്ക് പോകുന്ന? മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മുസ്ലിം ലീഗിന് നഷ്ടപ്പെടും. എവിടത്തേക്ക് പോകുന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമുള്ളൂ. അതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ തന്നെ അറിയേണ്ടത്, ഇവരെ കൊണ്ട് ഈ കുഴി ചാടിപ്പിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കണേ നിങ്ങൾ മനസ്സിലാക്കണം ആശയപരമായി. അപ്പൊ അതിന്റെ ഒപ്പമാണ് ഷാജിയുടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയി. എല്ലാവരും ഇത് അൺഹെൽത്തി ഡിസ്കഷൻ ആണോ അല്ലയോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ.